ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ കാലിക്കറ്റിലെ പുതിയാപ്പ എന്ന് പറഞ്ഞ സ്ഥലത്തൊരു ഫെസ്റ്റ് നടക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ അവിടേക്ക് വേണ്ടി പോവാണ് കേട്ടോ. ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോകുന്നത്, ഇപ്പോൾ ഞാൻ അവളുടെ ഓഫീസിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവളുടെ കൂടെ ഓഫീസിലേക്ക് പോയി. അവിടുന്ന് ഫ്രണ്ട്സിനൊക്കെ കൂടി പിക്ക് ചെയ്ത് ഞങ്ങൾ ഒരുമിച്ചാട്ടോ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ രാത്രി ആയിട്ടുണ്ട്. ഞങ്ങൾ ഏകദേശം അവിടെ എത്താൻ ഒരു 7:30 അടുത്ത് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ ഞങ്ങൾ ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ മൊത്തം ലൈറ്റ്സ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നുമല്ല, ഇതിനെക്കാട്ടും കൂടുതലായിട്ട് എന്താ പറയുക, മുകളിലൂടെയൊക്കെ ആർച്ച് രൂപത്തിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തത് വരാനുണ്ട്. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഞങ്ങൾ. കാരണം ഞങ്ങൾ ഇവിടെയൊക്കെ നടക്കാറുണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് പുതിയാപ്പ ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഞെട്ടാൻ പോകുന്നേ ഉള്ളൂ. ഇത് രസമാണ്. ഫ്രണ്ടിലേക്ക് നോക്ക്.
വെച്ചില്ലേ ലൈറ്റൊക്കെ വെച്ച് സ്റ്റൈലാക്കി കൊണ്ടത് നടക്കില്ല. എത്ര കൊല്ലം പഴക്കമുള്ള വാരങ്ങൾ നിൽക്കുന്നത് പണ്ടുണ്ടാക്കി വെച്ചത് ഇങ്ങനെ അല്ലാണ്ട് വീതി കണ്ടില്ല എത്രയല്ലേ ഉള്ളൂ. ഇതിന്റെ അടിയിലാണ് ഇവിടെ പുഴമീനും ഞണ്ടും ഒക്കെ വിൽക്കുന്ന സ്ഥലമുള്ള കേട്ടോ, ഈ പാലത്തിന്റെ അടിയിൽ. ഇതേപോലെ രാവിലെ വരുന്ന സുഖോടെ വരുത്തപ്പോഴേ കൂടാതെ സിട്രോൺ എന്ന കാറിന്റെ ഷോറൂം നിങ്ങൾക്ക് ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇതാണ് സിട്രോണിന്റെ ഷോറൂം. മൾബാർക്ക് നിങ്ങൾക്കായി പറഞ്ഞു തരുന്ന സിട്രോൺ ഷോറൂം ഞാൻ നിങ്ങൾക്കായി കാണിച്ചു തരുന്നു. ഇതാണ് കോഴിക്കോട് ജില്ലയിലെ വളരെ അറിയപ്പെടുന്ന പുതിയങ്ങാടി എന്ന് പറയപ്പെടുന്ന. ഒന്നുകൂടി പോയിട്ടേ ഞാൻ പറഞ്ഞതിന്റെ 1-2 എണ്ണീട്ട് തിരിഞ്ഞാൽ മതി. 1 2 ആ അല്ലേ ആ യാ ജിഷ്ണോടെ